10ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ഞാൻ ഈ പരിപാടി തുടങ്ങിയത്. ഏത് പരിപാടി? സാരി ഉടുക്കല്. എനിക്ക് അന്ന് മുതലേ സാരി പ്രാന്തുണ്ടായിരുന്നു. സാരിയോടുള്ള കൊതി തുടങ്ങിയത് അമ്മ സാരി ഉടുക്കുന്നത് കണ്ടാണ്. പണ്ട് ഞങ്ങൾ ഒരുമിച്ച് പഠിക്കുന്ന സമയത്ത് നേരത്തെ ഒരുങ്ങിയിരിക്കുമായിരുന്നു സ്കൂളിൽ പോകുന്ന സമയത്ത് അമ്മയെ കണ്ട് സാരി ഉടുക്കുന്നത് പഠിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിൽ ടീച്ചർമാർ സാരി ഉടുത്തിട്ട് വരുമ്പോൾ അത് കാണുന്ന ഒരു ഭംഗിയല്ലേ. നമ്മൾ ഓരോ ടീച്ചർമാരുടെ സാരി ഓർത്തോർത്ത് കമന്റ് ചെയ്യും. അതൊക്കെ ഒരു പ്രത്യേക ഫീലായിരുന്നു 90s കിഡ്സിന്റെ. അതുകൊണ്ട് തന്നെ ജോലി കിട്ടിക്കഴിഞ്ഞ് ഫുൾ ടൈം സാരിയിലായിരുന്നു പിന്നെ അങ്ങോട്ട്. അപ്പോഴും എന്റെ ഈ വീട്ടുകാർ എന്നെ കുറ്റം പറഞ്ഞിട്ടേ ഉള്ളൂ. പിന്നെ കല്യാണം കഴിഞ്ഞ് അപ്പൊ പിന്നെ ആർക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. ഹസ്ബൻഡിന് ഞാൻ സാരി ഉടുക്കുന്നതാണ് ഇഷ്ടം. സാധാ ഡ്രസ്സ് എന്നതിനേക്കാളും കൂടുതൽ സാരി ഉടുക്കുമ്പോഴാണ് എനിക്ക് എപ്പോഴും കോംപ്ലിമെന്റ് കിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് സാരി ഉടുപ്പിച്ച് കൊടുക്കാനും ഇഷ്ടമാണ്. എന്റെ കസിൻസ് വീട് വരുമ്പോൾ ഞാൻ അവർക്കും സാരി ഉടുപ്പിച്ച് കൊടുക്കാറുണ്ട്. തായ്വാനിൽ പോയി അവിടെ ഞാൻ സാരി ആയിരുന്നു കൊടുക്കുന്നത് എപ്പോഴും. വെളിയിലൊക്കെ പോകുമ്പോൾ എല്ലാവരും നമ്മളെ കോംപ്ലിമെന്റ് ചെയ്യും നമ്മുടെ അട്ടിയർ കണ്ടിട്ട്. അവർ നമ്മുടെ ഡയറക്റ്റ് ആയിട്ട് വന്ന് പറയുന്നത് സ്വീറ്റ് ആയിട്ടുള്ള ആളുകളാണ് അവിടെ. ആക്ച്വലി ഞാൻ കുപ്പിയോളയും ജുംകാസ് ആണ് സാരിയുടെ കൂടെ പെയർ ചെയ്യുന്നത്. പക്ഷേ ഇപ്പം കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ട്രൈ ചെയ്യാമെന്ന് അനിയത്തി പറഞ്ഞ് അത് ഇയറിംഗ്സ് ട്രൈ ചെയ്യുവാണ്. ഞാൻ ഇപ്പോൾ ഇതോടെ പറഞ്ഞത് എനിക്ക് സാരി അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാണ്. ഇത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ച സാരിയാണ്. 700 രൂപയുടെ വില. ടിഷ്യൂ സാരി പോലെ ഇരിക്കുന്നതാണ്, പക്ഷേ ഇത് ടിഷ്യൂ അല്ല, സിൽക്ക് സാരി പോലൊരു സാരിയാണ്. സാരി എടുത്തിട്ട് എങ്ങനെയാണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ.